കുണ്ടൽ വേണി 2-4 അടി നടന്നില്ല. അതിനു മുൻപ് കൊണ്ടു ദർഭമുനകാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ട വെറുതെ നടിച്ചു നിലകൊണ്ട മഹാകവി കാളിദാസനാൽ രചിക്കപ്പെട്ട മഹാകാവ്യം അഭിജ്ഞാന ശാകുന്തളം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മഹാകാവ്യം മലയാളികളുടെ മനസ്സിൽ ഇന്നും അലയടിച്ചുയരുന്ന ഒരു കഥയാണ്. ഈ മഹാകാവ്യത്തിലെ ഒരേടെടുത്ത് ഇന്നത്തെ കടലാസിലേക്ക് കുത്തിക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇതാ വീരാർ ഹരികൃഷ്ണൻ അവതരിപ്പിക്കുന്നു ശാകുന്തളം ബാലെ. കുമാരി റോഷ്നി നൃത്തസംവിധാനം നിർവഹിക്കുന്ന ഈ ബാലയിൽ KG കർത്ത, വൈക്കം ഹരി, വൈക്കം ലക്ഷ്മണൻ, അനിൽ നായർ, കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ ഹരികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാകുന്തളം ബാലെ. ഓ ഇക്കാം പലതരം വിസ്കി കഴിച്ചപ്പോൾ ശശി ചതുർഭുജൻ ശ്രാവണ. ഈ പഴയ മന്ത്രമൊന്നും പഠിക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഇനി പുതിയ മന്ത്രമായ ജാസി ഗിഫ്റ്റ് മഹർഷിയുടെ റാപ്പ് മന്ത്രം ഒന്ന് അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കാം. കഷ്ടപ്പെട്ടു പോയി മോളെ ശകുന്തള. എടി ശകു, ഈ കണ്വാ മഹർഷിക്ക് ഒരു കണ്ണന്തേവൻ ചായ തരാൻ ഈ കണ്വാശ്രമത്തിൽ ആരും ഇല്ലേടി? ഉണ്ടച്ച ഉണ്ട്. ഇതാച്ച. അയ്യോ എന്റെ ദൈവമേ, എന്താണിത്? എന്താച്ചാ? തല കറങ്ങണമോ, എന്റെ മനമറിയണമോ, ഈ ചായ കുടിച്ച നേരം തുടങ്ങി കിറുകിറുങ്ങണമോ? തല കറങ്ങണമോ, എന്റെ മനമറിയണമോ, നിന്നെ ചായ കുടിച്ച നേരം തുടങ്ങി കണ്ണു തള്ളണമോ? ഇരിക്കും നേരം എനിക്ക് നടക്കാൻ തോന്നും, നടക്കും നേരം പോയി കിടക്കാൻ തോന്നും. എന്താ മോളെ, എടി പൊന്നു മോളെ, ഈ കണ്ണുമുനിക്ക് കട്ടൻ ചായ കലക്കി തന്നത്? അയ്യോ, അത് ചായ അല്ല. പിന്നെ പുതിയ കാവ്യമുണ്ട് കളർ ഇളകിയത് അച്ഛനെ കാണിക്കാൻ കൊണ്ടുവന്നതല്ലേ. ഹലോ, അതെ കണ്ണോ മഹർഷി പീസ് കിങ്. എന്ത് കൺട്രോൾ കിട്ടിയില്ലെന്ന, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്ന, അപ്പൊ ഇത്രയും നാളൊക്കെ പിടിച്ചെന്നില്ല പോയെന്ന കഷ്ടം. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആരാച്ചാ? ആ വിശ്വാമിത്രനാണ്. പുള്ളി തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ മേനക പിന്നെ മുമ്പിൽ ചെന്ന് സിനിമാറ്റിക് ഡാൻസ് കളിച്ച് പുള്ളിയുടെ തപസ് മുടക്കിന്ന്. ഈ സിനിമാറ്റിക് ഡാൻസുകാർ ഇങ്ങനെ കൊടുക്കി തപസ് ചെയ്യുന്ന ഞങ്ങളൊക്കെ എന്നെ ചെയ്യും? അച്ഛാ, എന്നാടി എനിക്ക് സിനിമാറ്റിക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് അച്ഛാ. കിടയിൽ വെച്ച പേനടിക്കും, താഴെ വെച്ച ഉറുമ്പടിക്കും, കിളിയിൽ വെച്ച മൂത്രം അടിക്കും, ഡെസ്കിൽ വെച്ച ഡിസ്കോ കളിക്കും, കോളേജിൽ വെച്ച ലൈൻ അടിക്കും എന്ന് കരുതി കെട്ടി തൂക്കിയിട്ട് വളർത്തിയ നിനക്ക് സിനിമാറ്റിക് ഡാൻസ് പഠിക്കണമെന്നോ? സത്യമല്ല. ഓടി. അച്ഛൻ എവിടെ പോന്നു? എനിക്ക് ടൗൺ വരെ ഒന്ന് പോണം. അച്ഛൻ എന്തിനാ ടൗണിൽ പോന്നേ? അച്ഛൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം. കഴിഞ്ഞ ദിവസം ഒരു രസം ഉണ്ടായി. എന്താച്ചാ? അച്ഛൻ കാട്ടിൽ ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്നപ്പോ നമ്മുടെ വില്ലേജ് ഓഫീസർ വന്നിട്ട് അച്ഛൻ ഒറ്റക്കാലിലാണെന്നും പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ വികലാംഗ പെണ്ണിന്റെ കാര്യം കൂടി ഒന്ന് അറിയണം. ശരി അച്ഛാ. ഓക്കേ. അയ്യോ, എന്നെ വെടിവെക്കരുതേ, എന്നെ വെടിവെക്കരുത്. അയ്യോ എന്റെ പൊന്നുമോളെ, ഞാൻ വെടിവെക്കാൻ വന്നതല്ല. ഞാൻ ഈ തോക്കുമായിട്ട് നടക്കണ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞാനാണ് വെടിവെക്കണേന്ന്. സത്യത്തിൽ ഞാൻ ഉന്നം മാത്രമേ വെക്കാറുള്ളൂ. വെടി കംപ്ലീറ്റ് വെക്കുന്നത് എന്റെ വടന്മാരല്ലേ. ആട്ടെ, അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ല. ഞാനാണ് ദുഷ്യന്ത മഹാരാജാവ്. ഭഗവതി അല്ല, ഭഗവതി നീ ആരാണ്? ഞാൻ കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തള. സ്നേഹമുള്ളവരെന്നെ ശകുന്ന് വിളിക്കും. എന്റെ ശകു. അയ്യോ എന്തോ കാലിൽ ചെറുപ്പമുന കൊണ്ടോ? അല്ല, ഏതോ വൃത്തികെട്ട പിള്ളേര് ബബിൾഗം ചവച്ചിട്ട് തുപ്പിയത് എന്റെ കാലിൽ പറ്റിയതാ. എന്നാ ഇന്ന് നോക്കിട്ടേ.
താങ്ക് യു ദുഷേട്ടാ. ശകു, എന്താ ദുഷേട്ടാ? ആദ്യ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടമായി. നിന്നെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? അല്ല പാപ്പ, എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ചക്കരവണ്ടിയിൽ കാടുകാണാൻ വന്ന ഉക്കര രാജകുമാരൻ, നീ മക്കര രാജകുമാരൻ. പൂച്ചയെ കണ്ടാലും പേടിച്ചോടുന്ന വീരനം രാജകുമാരൻ, നീ ഓഴനം രാജകുമാരൻ. വണ്ടൻ ആക്രമിക്കാൻ വരുന്നു, രക്ഷിക്കണേ, വണ്ടോ? രക്ഷിക്കണേ. ഞാനിവിടെ ഉള്ളപ്പോ വേറൊരു വണ്ടോ? ആഹാ, എന്നല്ല പിടിച്ചോ. എന്താ ഇത്? ഇതോ, ഇത് വിളകളെ നശിപ്പിക്കുന്ന ഇലയുരുട്ടിപ്പുഴു, മൂഞ്ഞ, കൊമ്പൻചെല്ലി, വണ്ട്, പാറ്റ, പ്രാണി എന്നിവയ്ക്കുള്ള ഉത്തമ പ്രതിവിധി T20. ആട്ടെ, ഇത്രയും ധീരനായ അങ്ങേക്ക് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം? കരളേ കരളിന്റെ ലിവറേ കുളിരേ നീ അടിപൊളിയാ, ശബുവേ മെനെ പ്യാരി കിയാ തോ കാട്ടിൽ ക്യാ കറുത്തീതു, മോണിക്ക തോൽക്കുന്ന നിന്റെ ഈ നോട്ടം, ഞവണിക്ക പോലുള്ള നിന്റെ ഈ രൂപം കണ്ടു ഞാൻ നിൻവലൽ വീണെന്റെ കുറുമ്പി, എന്റെ അസ്പരസാണ് നീ. കരളേ കരളിന്റെ ലിവറേ കുളിരേ നീ അടിപൊളിയാ, ശകുവേ മെനെ പ്യാരി കിയാ തോ കാട്ടിൽ ക്യാ കറുത്തീകും, ഹൈ ഓ ഔ ഹം ആ. ദുഷേട്ടാ, എന്തോ? നമുക്കിങ്ങനെ ഇവിടെ നിൽക്കാതെ ആ മാലിന്യ നദിയുടെ തീരത്ത് പോയി കണ്ണാടി നോക്കി നിൽക്കാം. വാ ദുഷേട്ടാ. ഇട് ശകു. ഓന്നേ. ഈ ശകുവിന്റെ ഒരു കാര്യം. ദുഷേട്ടന്റെ ഒരു നാണം. നാണോ? എനിക്കോ? എടി ഒരു നാണോ ഇല്ലാത്തവനെ ഞാൻ. നീ വാ.